കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിസ്ക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. 75% പ്രോഫിറ്റ് 15 ദിവസം കൊണ്ട് നമ്മുടെ പ്രീമിയം ക്ലയന്റ് അച്ചീവ് ചെയ്തിരുന്നു. എങ്ങനെ ഒരു അക്കൗണ്ട് റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ എല്ലാ ട്രേഡേഴ്സിനും 2 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഉണ്ടാവുക. ഒന്ന് അഗ്രസീവ് അക്കൗണ്ട്, മറ്റൊന്ന് കൺസർവേറ്റീവ് അക്കൗണ്ട്. കൺസർവേറ്റീവ് അക്കൗണ്ട്സിൽ ഹൈ പ്രോബിൾ ആയിട്ടുള്ള ട്രേഡ്സ് മാത്രമാണ് നമ്മൾ നോർമൽ റിസ്ക് യൂസ് ചെയ്തിട്ട് എടുക്കുക. അഗ്രസീവ് അക്കൗണ്ടിൽ ലോ പ്രോബിളും ഹൈ പ്രോബിൾ ആയിട്ടുള്ള ട്രേഡ്സ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ധാരാളം പേരെ സംശയമാണ് ഇതൊക്കെ പറയുന്ന വെണ്ടർ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് ഇന്ന് എൻ്റെ അഗ്രസീവ് അക്കൗണ്ടിൻ്റെയും അതുപോലെ തന്നെ കൺസർവേറ്റീവ് അക്കൗണ്ടിൻ്റെയും PNL ഒന്ന് ചെക്ക് ചെയ്യാം. സോ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ കൺസർവേറ്റീവ് അക്കൗണ്ടാണ്. അഗ്രസീവ് അക്കൗണ്ട് ഞാൻ കാണിക്കാം. $5000 ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഫെബ്രുവരി 5-ാം തീയതി കാൾട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിട്ട് തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടാണ്. ഇതിൽ റെഡ് കളേഴ്സിൽ കാണുന്ന എല്ലാം ലോസസ് ആണ്. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം $5000 1% എന്ന് പറഞ്ഞാൽ $50 ആണ്. ഇവിടെ എനിക്ക് SL അടിക്കുന്ന സമയത്ത് പോകുന്നത് $50 താഴെയാണ്. അതായത് ഞാൻ റിസ്ക് ചെയ്യുന്ന എമൗണ്ട് ആൾവേസ് 1% താഴെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതിനുശേഷം അക്കൗണ്ട് പതിയെ കയറി തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് കാണാം പ്രോഫിറ്റ് എടുക്കുന്ന എമൗണ്ട്സ് 4%, 5%, 3% എന്നുള്ള രൂപത്തിലാണ്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ റിസ്ക് കൂട്ടിയിട്ട് ആൾമോസ്റ്റ് 1 to 5% വരെ റിസ്ക് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ അക്കൗണ്ട് $1407 പ്രോഫിറ്റിലാണ്, ഏകദേശം 26% അപ്പിലാണ്. ഓക്കെ, ഇതാണ് എൻ്റെ കൺസർവേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാണുന്നത് എൻ്റെ അഗ്രസീവ് അക്കൗണ്ട് ആണ്. 10 ദിവസം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. $2223 ഡെപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡ് കളറിൽ കാണുന്നത് ലോസ് ആണ്, ബ്ലൂ കളറിൽ കാണുന്നത് പ്രോഫിറ്റ്സ് ആണ്. സോ ഇതിൽ 18 ട്രേഡ്സ് ആണ് എടുത്തത്. അതിൽ 10 ലോസ് ആണ്. അഗ്രസീവ് അക്കൗണ്ട് ആണ്, സോ ഡെഫിനറ്റ്ലി ലോസസ് ഉണ്ടാവും. 8 ട്രേഡ്സ് മാത്രമാണ് വിൻ ഉള്ളത്. പക്ഷേ എന്നിട്ട് കൂടെ 10 ദിവസം കഴിഞ്ഞപ്പോൾ 54% അപ്പിലാണ് ഈ അക്കൗണ്ട് കിടക്കുന്നത്. $1002 പ്രോഫിറ്റിലാണ് ഈ അക്കൗണ്ട് കിടക്കുന്നത്. സോ ഈ 2 അക്കൗണ്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ അതിന് FX Bro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ എൻ്റെ കാര്യങ്ങൾ നമ്മുടെ സെൽഫ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിലോട്ട് നമുക്ക് പോയി നോക്കാം.